സേവനത്തിനുള്ള സകാശം നൽകുന്നതിനുള്ള വിശേഷ ഹോംവർക്ക് നമുക്ക് തന്നിരിക്കുകയാണ്. സകാശാർത്ഥം മനസ്സുകൊണ്ട് നമ്മൾ എന്ത് സഹായം നൽകുന്നു അതിൻ്റെ പേരാണ് സകാശ്. സകാശ് എന്നാണല്ലോ സങ്കല്പത്തിലൂടെ നൽകുന്ന സഹായങ്ങളാണ്. അതൊരു ആത്മാവിന് ധൈര്യം കൊടുക്കുന്നതാകാം. സഹായം. അപ്പൊ ഭഗവാൻ നമ്മൾ കുട്ടികളോട് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സകാശുകൾ സങ്കല്പം കൊണ്ട് മനസ്സിലൂടെ മനോവൃത്തിയിലൂടെ മറ്റുള്ളവർക്ക് എന്തെല്ലാം ആത്മാക്കൾക്ക് ഈ വിശ്വത്തിൽ ആവശ്യമോ അതിനെയാണ് സകാശ് എന്ന് ബാബ പറയുന്നത്. മനസ്സ ആവശ്യമുള്ളത് മനസ്സ നൽകുക. കാരണം ഇന്ന് സ്ഥൂലമായി നോക്കുകയാണെങ്കിൽ ഭൗതികമായ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം നമ്മൾ സ്വരുക്കൂട്ടുന്നുണ്ടെന്ന് ബാബ വരദാനത്തിലും പറഞ്ഞില്ലേ. എങ്ങനെയാണോ ഈ ശരീരത്തിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ കാലാകാലങ്ങളായി കൂട്ടിവെച്ച് സ്വരുക്കൂട്ടിക്കൊണ്ടേയിരിക്കേണ്ട. ഇപ്പോഴും ആത്മീയ ഉന്നതിക്ക് വേണ്ട സാധനങ്ങള് സാമഗ്രികള് നമുക്ക് അല്ലേ സ്വരുക്കൂട്ടാൻ അറിയാതെ പോയി. അതുകൊണ്ടാണ് ഭഗവാൻ ഇപ്പൊ എന്താ പറയണേ, നമ്മൾ ഭഗവാനിൽ നിന്ന് എടുത്ത് ആരുടെ മനസ്സാണ് സ്വയം ശാന്തമായിരിക്കുന്നത്, സ്വയം ശക്തിശാലിയായിരിക്കുന്നത്, സമാധാനത്തോടെ ഇരിക്കുന്നത്, സശക്തമായിരിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാരണം കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ അല്ലേ. അതുകൊണ്ട് സകാശ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണതെന്ന് മനസ്സിലാക്കുക. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ അനുഗ്രഹാശ്യസുകൾ, സൂക്ഷ്മമായ അനുഗ്രഹാശ്യസുകളുടെ പേരാണ് സകാശ്. മനസ്സുകൊണ്ട് നൽകുന്ന എല്ലാ അനുഗ്രഹാശ്യസുകളും സകാശാണ്. മനസ്സ നൽകുന്ന എല്ലാ സഹായവും സകാശാണ്. മനസ്സ നൽകുന്ന എല്ലാ സഹയോഗവും സകാശാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മനസ്സായി സകാശം നൽകുന്നതിന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ തയ്യാറാക്കേണ്ടത്, നമ്മുടെ യോഗ്യമാക്കേണ്ടത്. അപ്പൊ നോക്കൂ, ഈ ടീപ്പോ ഇവിടെ ഉണ്ട്. അപ്പൊ എന്നോട് പറയാണ് ഈ ടീപ്പോ സിസ്റ്റർ എടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെക്കൂ. അപ്പൊ എനിക്കിത് എടുക്കാൻ, എനിക്ക് ഈ രണ്ട് കൈകൾ ഉപയോഗിച്ച് ഇത് എടുക്കാൻ എനിക്ക് കഴിയണം. എൻ്റെ കൈകൾക്ക് അതിനുള്ള ബലം വേണം, ശക്തി വേണം. എന്നാലേ എനിക്ക് ഈ ടീപ്പോ എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും അല്ലേ. അപ്പൊ സ്ഥൂലമായ ഇത് കാര്യങ്ങൾ ചെയ്യാനും ബാബ പറയാറില്ലേ, ബാഹുബലം ആവശ്യമുണ്ട്, ശാരീരിക ബലം. അതേപോലെ മനസ്സ എനിക്ക് സകാശ് കൊടുക്കാർത്ഥം മനസ്സ ചെയ്യേണ്ടതാണ്. അപ്പൊ മനസ്സെന്ന് പറയുന്ന ഈ അവയവത്തിന്, ഇന്ദ്രിയത്തിന് ശക്തി വേണം. അതിനെയാണ് ബാബ എന്താ പറയുക? മനോബലം. മനോബലം ഉണ്ടെങ്കിലേ എനിക്ക് മനസ്സ് സേവ ചെയ്യാനായിട്ട് കഴിയും. അപ്പം മനസ്സിന് ബലം ഉണ്ടാകണമെങ്കിൽ, മനോബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാബ എന്ത് പറയണേ? മന്മനാഭം. മനസ്സെന്നിൽ വെക്കൂ. ഞാനാണ് സർവശക്തിവാൻ. സർവശക്തിവാൻ പവർ ഹൗസുമായി കണക്റ്റഡ് ആയിരുന്നാലേ നിങ്ങളുടെ മനസ്സിന് ബലമുണ്ടാവും. അതിനെയാണ് ബാബ ഒറ്റ വാക്കില് മനോബലം. മന്മനാഭവ മന്ത്രത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശക്തിശാലിയാക്കി മാറ്റാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സർസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ശരീരത്തിനെ ബലവത്താക്കി രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർ നമ്മളോട് പറയാറില്ലേ, എക്സർസൈസ് ചെയ്യും.
അതുകൊണ്ട് ഇപ്പം നോക്കൂ, എക്സർസൈസിന് എത്ര പ്രാധാന്യമാണ്. ഒന്നുകിൽ നടക്കാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും യോഗാസനങ്ങൾ ചെയ്യും, പ്രാണായാമം ചെയ്യും, ഏതെങ്കിലും ഒന്ന് ശരീരത്തെ ബലപ്പെടുത്താനുള്ള എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതിന് ഗുണമുണ്ട്. എക്സർസൈസ് ചെയ്യുന്തോറും എന്തായി അല്ല, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയാണ്, ബലപ്പെടുകയാണ്, ഫിസിക്കലി നമ്മൾ ഫിറ്റായി തീരുകയാണ്. അതേപോലെ നമുക്ക് ബാബ പറയണ എന്താ, സകാശ് കൊടുക്കും, സേവനം ചെയ്യും. അതിന് മനോബലം വേണം. മനോബലത്തിനും എന്ത് വേണം? മനസ്സിന്റെ ഏതെങ്കിലും ഒരു എക്സർസൈസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഏതെങ്കിലും ഒരു എക്സർസൈസ്. ബാബ അനേകം ഡ്രില്ലുകൾ നമുക്ക് മുരളികളിലൂടെ, ഈ 90 വർഷത്തെ മുരളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാകാര മുരളികൾക്കുള്ളിലും അവ്യക്തവാണികളിലും നമ്മൾ നോക്കിയാൽ അനേകം എക്സർസൈസുകൾ പറയാറില്ലേ ബാബ? ചില സമയത്ത് എന്ത് പറയും ബാബ? സെക്കൻഡിലെ ശരീരം ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസം. 1 സെക്കൻഡില് ഞാൻ വേറെ, ദേഹം വേറെ. ഇതാണ് നമ്മുടെ മനസ്സിനെ ബലപ്പെടുത്താനുള്ള നമ്പർ 1 എക്സർസൈസ്. ഈ എക്സർസൈസ് ആരാണോ ചെയ്യണത്, ഞാൻ വേറെ, ദേഹം വേറെ, ഈ അഭ്യാസത്തിലൂടെ, നീണ്ട കാലത്തെ അഭ്യാസത്തിലൂടെ, അറ്റൻഷനിലൂടെ ആർക്ക് സെക്കൻഡിൽ ദേഹത്തുനിന്ന് വേറിട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ, ആ ശരീരീ സ്ഥിതി നമുക്ക് അനുഭവം ചെയ്യാൻ കഴിയുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ സകാശ് കൊടുക്കുന്ന സേവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. കാരണം മനസ്സുകൊണ്ടല്ലേ സകാശ് കൊടുക്കേണ്ടേ. അപ്പൊ ദേഹത്തിൽ നമ്മൾ കെട്ടപ്പെട്ടിരുന്ന നമുക്ക് സകാശ് കൊടുക്കുന്ന കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ശരീരബോധത്തിലാണ് നമ്മളെങ്കിൽ എന്ത് സംഭവിക്കും? മനസ്സ് മന്മനാഭവയാകുന്നതിന് പകരം മനസ്സനേകം സങ്കല്പ വികല്പങ്ങളിൽ പോകും. ഇപ്പൊ നമ്മളൊരു BK ആയതുകൊണ്ട് ഒരു പക്ഷേ വികല്പം, വികാരി ചിന്തകളിൽ പോകുന്നില്ലെങ്കിലും കാമിയോ ക്രോധിയോ ലോഭിയോ മോഹിയോ അങ്ങനെ ഉള്ള വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുന്നില്ലെങ്കിലും ബാബ ഇപ്പോഴും അല്ല, ലാസ്റ്റ് സൺഡേ മുരളിയിലും കൂടെ ബാബ എന്താ ഓർമ്മിപ്പിച്ചത്? വ്യർത്ഥസങ്കല്പങ്ങൾ എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും കൂടുതലാണ്. വ്യർത്ഥത്തെ സദാകാലത്തേക്ക് ഒഴിവാക്കൂ, വ്യർത്ഥസങ്കല്പങ്ങളെ സമർത്ഥമാക്കി മാറ്റും. സോ അതുകൊണ്ട് ഈ എക്സർസൈസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെങ്കിലും ഡ്രില്ലുകളിലൂടെ, ഒന്നി അശരീരി, അല്ലെങ്കിൽ രണ്ടാമത് ബാബ എന്ത് പറയും? ഫരിസ്തയാണ്, ഞാൻ ഫരിസ്തയാണ്, ഞാൻ മലാഖയാണ്, അല്ലെ? കർമ്മയോഗി ഫരിസ്തയാണ്. ഏതെങ്കിലും ഒരു എക്സർസൈസ്, സാകാരി, ആകാരി, നിരാകാരി, അല്ലെങ്കിൽ ആകാരി, നിരാകാരി, ഇല്ലെങ്കിൽ ബാബ എന്താ പറയും? 5 സ്വരൂപങ്ങളുടെ അഭ്യാസം ഒരു 5 തവണയെങ്കിലും ചെയ്യൂ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വീറ്റ് സൈലൻസിലിരിക്കൂ. സെക്കൻഡിൽ പരംധാം നിവാസിയാക്കൂ. ഏതെങ്കിലും ഒരു ഡ്രില്ല് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ല ദീർഘകാലം നമ്മൾ ചെയ്തുകൊണ്ട്, ഒന്നുകിൽ ഒരു ഡ്രില്ല് അനേക തവണ ചെയ്ത് അതിൻ്റെ അനുഭവിയാക്കുക, അല്ലെങ്കിൽ വെറൈറ്റി, ഒരു ദിവസം തന്നെ പലതരത്തിലുള്ള ഇതുപോലെ ബാബ മുരളിയിലൂടെ തരുന്ന ഏതെങ്കിലും ഒരു ഡ്രില്ല്, ഒരു അഭ്യാസം നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നമുക്കത് ചെയ്യാം, അല്ലേ? ശാരീരികാസനങ്ങളിലും അങ്ങനെയാണല്ലോ. നമ്മൾ ഓരോ ആസനം ചെയ്യുമ്പോഴും അതിലൂടെ ഓരോ ഗുണമാണ്, ഓരോ അവയവത്തിന് ഗുണമാണ്. ഓരോ രോഗങ്ങൾ മാറാൻ അല്ലെ യോഗാസനം പഠിപ്പിക്കുന്ന ടീച്ചർ യോഗ ടീച്ചറോട് ചോദിച്ചാൽ, അല്ലെ നിങ്ങൾക്ക് അല്ല വയറിൻ്റെ പ്രശ്നമാണ്, എന്നാൽ ഇന്ന ആസനം ചെയ്യൂ, അല്ലേ? അല്ലെങ്കിൽ ശ്വാസം മുട്ടാണ് എങ്കിൽ നിങ്ങൾ ഇന്ന ആസനം ചെയ്യൂ. കാലിനാണ് പ്രശ്നം, ഇന്ന ആസനം ചെയ്യൂ, അല്ലേ? അതേപോലെ പരംപിത പരമാത്മാ നമുക്ക് മുരളികളിലൂടെ ബാബ ഏതൊക്കെ ആസനങ്ങൾ, ഇവിടുത്തെ ആസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ പേരാണ്. അപ്പൊ നമ്മുടെ സ്ഥിതിയാണ്, നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയാണ് നമ്മുടെ സീറ്റ്. അപ്പോൾ ഈ സീറ്റിൽ നമുക്ക് ഇരിക്കണം. അപ്പം അതിന് ഏതെങ്കിലും ഒരു എക്സർസൈസ് നമ്മൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഏകരസ സ്ഥിതിയുടെ സീറ്റിലേക്ക് കൊണ്ടുവരണം, അല്ലെ? ആത്മാഭിമാനി സ്ഥിതിയിലേക്ക് നമുക്ക് വരണം.
അല്ലെങ്കിൽ ഫരിസ്ഥാസ്ഥിതി, അല്ലെങ്കിൽ ബിന്ദുരൂപസ്ഥിതി, ഏതെങ്കിലും ഒരു സ്ഥിതിയിൽ നമുക്ക് സെറ്റാവണം. അർത്ഥം ദേഹം, ദേഹത്തിൻ്റെ ലോകത്തിലെ വസ്തു വ്യക്തി വൈഭവങ്ങളിൽ നിന്ന് നമുക്ക് വേറിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബാബ ഇതിലേതെങ്കിലും ഒരു ഡ്രില്ല് അഭ്യസിക്കാൻ പറയുന്നത്. അപ്പം അതിലൂടെ നമ്മുടെ മനസ്സെന്താകും? ഡ്രില്ലിലൂടെ, എക്സർസൈസിലൂടെ മനസ്സ് ശക്തിശാലിയായിട്ട്. എക്സർസൈസിനോടൊപ്പം നമ്മളൊരു അസുഖമായിട്ടൊരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എക്സർസൈസ് മാത്രമല്ല, അതിനോടൊപ്പം എന്ത് പറയും? പഥ്യം പാലിക്കണം. ഇപ്പം ഷുഗറും കൊണ്ടുപോയാൽ അല്ലേ നമ്മളോട് നടക്കാൻ പോകൂ എന്ന് മാത്രമല്ല പറയാ ഡോക്ടർ. ഒപ്പം എന്ത് പറയും? എന്തൊക്കെ പഥ്യം പാലിക്കണം, ആഹാരം എങ്ങനെ കഴിക്കണം, ചോറ് എത്ര കഴിക്കണം, വെജിറ്റബിൾസ് എത്ര കഴിക്കണം, അത് പച്ചയായിട്ട് സലാഡായിട്ട് എത്ര കഴിക്കണം, അല്ലെ വേവിച്ച ആഹാരം എത്ര കഴിക്കണം, ഫ്രൂട്ട്സ് എത്ര കഴിക്കണം. നമ്മൾ വെറുതെ മരുന്ന് മാത്രം കഴിച്ച് എക്സർസൈസും ഇല്ല, ഭക്ഷണത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ല, നമ്മൾ തോന്നുന്നതൊക്കെ വലിച്ചു വരി കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരവർക്ക് തോന്നുന്നതാണ് അവരവരുടെ അല്ലെ ഭക്ഷണ രീതിയെങ്കിൽ നമുക്ക് എങ്ങനെ കുറയില്ലല്ലോ. അതേപോലെ ബാബയും നമ്മൾ കുട്ടികളോട് എന്താ പറയണേ? പഥ്യം പാലിക്കും. എന്താ പഥ്യം ബാബ മനസ്സിന് തന്നിരിക്കണേ? മനസ്സിന് ഭഗവാൻ തന്നിരിക്കുന്ന പഥ്യമാണ് തിങ്ക് നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ. വ്യർത്ഥമായത് ചിന്തിക്കരുത്, വ്യർത്ഥമായത് പറയരുത്, വ്യർത്ഥമായത് കേൾക്കരുത്, കാണരുത്, ചെയ്യരുത്. അല്ലേ? അപ്പൊ ഇത്രയും പഥ്യം ബാബ സ്ഥൂലവും സൂക്ഷ്മവും രണ്ട് പഥ്യവും തന്നിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ കാണരുത്, കേൾക്കരുത്, പറയരുത്, ചെയ്യരുത് സ്ഥൂല പഥ്യമാണ്. പക്ഷെ അതിനോടൊപ്പം ഭഗവാൻ തന്നിരിക്കുന്ന സൂക്ഷ്മ പഥ്യമാണ് ഇത് തിങ്ക് നോ ഈവിൾ. ഇത് ലോകത്തിലാരും പറഞ്ഞിട്ടില്ല. ഗാന്ധിജിയുടെ 3 കുരങ്ങന്മാർ വളരെ പ്രസിദ്ധമാണ്. പണ്ടേ ഗാന്ധിജിയാണ് കാണരുത്, വ്യർത്ഥമായത് കാണരുത്, കേൾക്കരുത്, പറയരുത്. ഇപ്രകാരം 3 കുരങ്ങന്റെ ചിത്രം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും, ഭാരതവാസികൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു നിയമമാക്കി മാറ്റൂ എന്ന സന്ദേശം നൽകിയത്. ബാപ്പു, ശിവബാബയാകുന്ന ബാപ്പു, വിശ്വത്തിന്റെ ബാപ്പുജി വന്നിട്ട് നമ്മൾ കുട്ടികളോട് എന്താ പറഞ്ഞ ബാബ? അല്ലെ, എന്തും കൂടെ ആഡ് ചെയ്തു ബാബ? വ്യർത്ഥമായത് ചിന്തിക്കരുത്, വ്യർത്ഥമായതൊന്നും ചെയ്യരുത്. അല്ലേ? അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിൽ നോക്കണം, എനിക്ക് കാശ് കൊടുക്കുന്ന സേവനം ചെയ്യണമെങ്കിൽ ഇപ്പൊ നോക്കൂ, സന്ധ്യാവന്ദന സമയമാണ്. നമ്മളെല്ലാവരും 6 തൊട്ട് 7 വരെ 1 മണിക്കൂർ സന്ധ്യാവന്ദനം ചെയ്യും. എപ്പോ ബാബയെ കിട്ടിയോ 1 മണിക്കൂർ സന്ധ്യാവന്ദനം എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ 6:30 ചെയ്യാൻ പറ്റിയില്ല, 7 to 7:30 അരമണിക്കൂറെങ്കിലും സന്ധ്യാവന്ദന യോഗം ചെയ്യാത്തവരാരും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ജോലി കാരണം ഈ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ബാബയുടെ മക്കൾ വീടെത്തിയതിന് ശേഷം കുളിച്ച് ഫ്രഷായി ജോലി കഴിഞ്ഞ് തീർച്ചയായിട്ടും 6 തൊട്ട് 7 വരെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തൻ്റെതായ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ 6 തൊട്ട് 7 വരെയുള്ള സമയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇത് അടുത്ത ബ്രഹ്മമുഹൂർത്തം പോലെയാണ്. ഒരു ദിവസം പൂർത്തിയാക്കുകയാണ് നമ്മുടെ സന്ധ്യ, അല്ലേ? സന്ധിക്കുന്ന സമയമാണ്. അത് ഈ ശ്രേഷ്ഠ മുഹൂർത്തമാണ്. അതുകൊണ്ട് രാവിലത്തെ ബ്രഹ്മമുഹൂർത്തത്തിലെ 4 തൊട്ട് 4:45 വരെയുള്ള ധ്യാനം പോലെ ഇന്നും നമ്മുടെ ബാബയുടെ മുരളിയില് ബ്രഹ്മമുഹൂർത്ത ധ്യാനത്തിന്റെ മഹത്വം കേട്ടു. അതേപോലെ മഹത്വപൂർണമായതാണ് സന്ധ്യാവന്ദനം. അപ്പൊ നമുക്ക് ഇപ്പോൾ സന്ധ്യാവന്ദനം നമ്മളെല്ലാം ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ഈ സന്ധ്യാവന്ദന വേളയില് നമുക്ക് ഓരോരുത്തർക്കും മനസ്സുകൊണ്ട് ഈ കാശ് കൊടുക്കുന്ന സേവനം ചെയ്യണം. ബാബ അതാണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ സന്ധ്യാവന്ദനം നമ്മുടെ 1 മണിക്കൂർ ബാബയിൽ നിന്ന് എടുക്കുക, സർവർക്കും കൊടുക്കുക. അപ്പോ മനസ്സിൽ വ്യർത്ഥ സങ്കല്പം ഇല്ലാത്ത ആത്മാവിന് മാത്രമേ തൻ്റെ മനസ്സുകൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കർമ്മക്ഷേത്രത്തിൽ ഓടി നടന്ന് കാര്യവ്യവഹാരങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ അപ്പം നമ്മൾ നോക്കണം, അല്ലെ, വ്യർത്ഥമായത് കാണരുത്, കേൾക്കരുത്, പറയരുത്, ചെയ്യരുത്, ചിന്തിക്കരുത്
ഈ ശ്രീമതം ഞാൻ മുഴുവൻ ദിവസവും പാലിച്ചാലേ ഞാനിരുന്ന് മനസ്സാ സേവ എപ്പോൾ ചെയ്താലും, അതിരുന്ന് മെഡിറ്റേഷൻ ചെയ്താലും, അല്ല ഒരാൾ വന്ന് ഒരാളുടെ കഷ്ടം നമ്മളോട് പറയും പോലെ നമ്മൾ കേൾക്കുമ്പോൾ, ബാബാ അവർക്ക് ശക്തി കിട്ടട്ടെ, ശാന്തി കിട്ടട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, അവരുടെ അസുഖം വേഗം മാറട്ടെ എന്ന രീതിയിൽ നമ്മൾ അവർക്കൊരു കറണ്ട് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ശക്തി കൊടുക്കുന്ന സങ്കല്പം വയ്ക്കുമ്പോൾ ബാബ പറയണ നിങ്ങൾ കൊടുക്കുന്ന സങ്കല്പം അവർക്ക് പോയി ഫലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സങ്കല്പം വെച്ചു, പക്ഷെ ആ സങ്കല്പത്തിന് ശക്തി ഉണ്ടെങ്കിലല്ലേ അത്ര ദൂരം സഞ്ചരിക്കും. ആണല്ലോ, എത്രത്തോളം ശക്തി നിറഞ്ഞതാണോ അത്ര ദൂരത്തേക്ക് പോകുന്നു. ഇപ്പൊ ഈ മൈക്കിൽ സംസാരിക്കുമ്പോൾ ഇതില് അല്ലേ, ഓൺലൈനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് കേൾക്കാം. ഇവിടെ ക്ലാസ് റൂമിൽ ഈ സ്പീക്കറുകൾക്ക് എത്ര ശബ്ദം, അത് എത്ര ശബ്ദം ഉണ്ടാക്കുന്നോ അത്ര ദൂരം മാത്രമേ കേൾക്കുള്ളൂ. ഓൺലൈനിലായതുകൊണ്ടാണ് വിശ്വത്തിന്റെ ഏത് കോണിലിരുന്ന് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റും. അതാണ് ഓൺലൈനിന്റെ പ്രത്യേകത. അതേപോലെ ബാബ പറയണ നമ്മളും ഓൺലൈനിലാണെങ്കിൽ ഒരു ലൈൻ, വൺ ലൈൻ ബാബയുടെ ലൈനിലാണെങ്കിൽ ബാബ പറയും പോലെ നമ്മുടെ ഉള്ളിൽ സമർത്ഥ സങ്കല്പങ്ങളാണെങ്കിലേ നമുക്ക് ഓൺലൈൻ സേവ ചെയ്യാൻ പറ്റും. ഏത് ഓൺലൈൻ? മുഴുവൻ വിശ്വത്തിന് സകാശ് കൊടുക്കുന്ന സേവ ചെയ്യാൻ പറ്റുകയില്ല, അല്ലേ? ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നെറ്റ് കട്ടായി പോയാലോ? നിങ്ങളിപ്പോൾ ഇത് അല്ലെ അമേരിക്കയിൽ ഇരുന്നാണ് ഈ ക്ലാസ് കേൾക്കുന്നതെങ്കിൽ പോലും നമുക്ക് നെറ്റ് കട്ടായ നിങ്ങൾക്ക് ഈ ഓൺലൈൻ സർവീസിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പം അതേപോലെ ബാബ പറയണേ, നമുക്ക് വിശ്വത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന ആത്മാവിന് വേണ്ടിയും സേവ ചെയ്യാം. പക്ഷെ എന്തായിരിക്കണം? ലൈൻ ക്ലിയർ ആയിരിക്കണം, കണക്ഷൻ ക്ലിയർ ആയിരിക്കണം, അല്ലേ? അപ്പം അതുകൊണ്ട് ബാബ പറയണേ, വ്യർത്ഥ സങ്കല്പങ്ങളില്ലാത്ത മനസ്സിന് മാത്രമേ ആരാണോ ഫുൾ ഡേ തിങ്ക് നോ ഈവിൾ, ടോക്ക് നോ ഈവിൾ, അല്ലെ, സീ നോ ഈവിൾ. ബാബ പറയണേ, ശ്രീമതം നമ്മൾ മുഴുവൻ ദിവസം പാലിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സകാശ് കൊടുക്കുന്ന സേവനം ചെയ്യാൻ പറ്റൂ. അടുത്തത് ബാബ പറയണേ, നമുക്ക് സകാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂര സ്ഥലത്തേക്ക്, കുറച്ച് വ്യാപ്തിയിൽ, വിസ്താരത്തിൽ നമുക്കൊരു വെളിച്ചം തന്നെ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ? ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നോക്കൂ, ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ താഴെ കൊണ്ടുപോകുന്നല്ലോ ലൈറ്റ് ഇടുക, അല്ല? ഒരു ട്യൂബാണെങ്കിലും ഒരു ബൾബാണെങ്കിലും നമ്മളത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്യും ആദ്യം, അല്ലേ? നമ്മൾ ഈ ബൾബ്, ഈ ട്യൂബ് എവിടെ വെച്ചാൽ കൂടുതൽ സ്ഥലത്തേക്ക് വെളിച്ചം കിട്ടും. മുറി മുഴുവൻ പ്രകാശം കിട്ടണമെങ്കിൽ ഈ ലൈറ്റ് എവിടെയാണ് വെക്കേണ്ടത്? നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്കാണ് ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് നമ്മൾ സ്പോട്ട് കറക്റ്റ് ചെയ്യും, അല്ലേ? എവിടെ വെച്ചാൽ, എത്ര ഹൈറ്റ് വെച്ചാൽ എത്ര കൂടുതൽ ദൂരത്തേക്ക് ലൈറ്റ് കിട്ടും. അതേപോലെ മനസ്സ് സകാശ് കൊടുക്കാൻ ബാബ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ജൂൺ 1 മുതൽ നമുക്ക് ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഈ 4 ദിവസം 4ാമത്തെ ദിവസത്തിൽ നമുക്ക് ഈ പോയിന്റുകളാണ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ബാബ എന്താ പറഞ്ഞ കഴിഞ്ഞ ദിവസം? മക്കളെ, ഉയർന്ന സ്ഥലത്തിരിക്കൂ, എന്നിട്ട് ലൈറ്റ് ഇടും. നമുക്ക് ഏതാ ഉയർന്ന സ്ഥലം? അല്ലേ? ഒന്ന് പരംധാമം ബാബയുടെ അടുത്ത് നിന്ന് എടുക്കുക, കൊടുക്കാൻ ബാബ എന്താ പറയണേ? അല്ലെ, സൂക്ഷ്മവദനം. പരംധാമം അല്ലെ, സൂക്ഷ്മവദനം. ഈ ഉയർന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉയർന്നതാക്കണേ. ഈ സക്കാര സൃഷ്ടിയിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ സങ്കല്പങ്ങളെല്ലാം ഇവിടെ കറങ്ങും. നമ്മൾ പരന്താമത്തിൽ പോവാർത്ത് നമ്മൾ ഈ ശരീരം കൊണ്ട് പോണില്ലല്ലോ, പോണത് മനസ്സും ബുദ്ധിയും കൊണ്ടുള്ള യാത്രയാണ്. സോ മനസ്സ് ബുദ്ധി കൊണ്ട് നമ്മൾ ഉയർന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ബാബയിൽ നിന്ന് ലൈറ്റ് എടുക്കുക, ലൈറ്റ് കൊടുക്കുക. ഒരിക്കലും ഇങ്ങനെ പറയരുത് ഞാൻ സകാശ് കൊടുക്കും. അത് നമ്മുടെ അല്ലെ ദേഹാഭിമാനമാണ്, ഒരു അഹംഭാവമാണ്. എനിക്ക് സകാശ് കൊടുക്കാൻ പറ്റില്ല, ഞാൻ സകാശ് കൊടുത്തൊന്നും പറയരുത്. ബാബ അല്ലേ, ബാബ കൊടുക്കും. ബാബ ബാബ ബാബ. ബാബയിൽ നിന്ന് കറണ്ട് എടുത്താലേ നമുക്ക് ഈ വെളിച്ചം ഉണ്ടാകുള്ളൂ. ബാബയുമായി കണക്റ്റഡ് ആണെങ്കിലേ കറണ്ട് നമുക്ക് ബാബയുടെ അടുത്ത് നിന്ന് കിട്ടുകയാണെങ്കിലേ ഈ ബൾബിലേ വെളിച്ചമുള്ളൂ. പിന്നെ നമ്മൾ എന്താ അഹംഭാവത്തിലേ പറയണേ, ഞാൻ ലൈറ്റ് കൊടുത്തു. ഇവിടെ ലൈറ്റ് ഫ്യൂസായിരുന്നല്ലേ, അച്ഛൻ വന്നിട്ടല്ലേ നമുക്ക് വെളിച്ചം തരണം. സോ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഉയർന്ന സങ്കല്പം ഉണ്ടായിരിക്കണം, ബാബ കൊടുക്കാൻ. ബാബ ബാബ ബാബ. നമുക്ക് സന്ധ്യാവന്ദന സമയമാണ്. ഈ സമയത്ത് നമ്മൾ
ഈ സക്കാശ് കൊടുക്കുന്ന സേവനം നമുക്ക് ചെയ്യാം. സക്കാശ് കൊടുക്കുമ്പോൾ എപ്പോഴും ബാബ ഇതും പറഞ്ഞു. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പോയിന്റിൽ എന്താ പറഞ്ഞ ബാബ? പരിധിയില്ലാത്ത സക്കാശോട്. എൻ്റെ മോന്, എൻ്റെ മോൾക്ക്, എൻ്റെ ഹസ്ബൻഡിന് മാത്രം കൊടുക്കുന്നതിൻ്റെ പേരല്ല സക്കാശ്. വേണ്ട എന്നുള്ളതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിശേഷ കാര്യം വന്നാൽ, അല്ല ഒരാൾ സുഖമില്ല എന്ന് കേൾക്കുമ്പോൾ, അല്ലെ ഒരാൾക്കൊരു ഓപ്പറേഷനാണ്, മേജർ ഓപ്പറേഷനാണ്, അല്ലെ എന്തെങ്കിലും അല്ലെ വളരെ കഠിനമായ പരിസ്ഥിതിയിലൂടെ ഒരു ആത്മാവ് ശാരീരിക പ്രശ്നവും മാനസിക പ്രശ്നവും സാമ്പത്തിക പ്രശ്നം എന്തിലൂടെയെങ്കിലും കടന്നു പോകുമ്പോൾ നമ്മൾ പറയില്ലേ, നമുക്ക് എല്ലാവർക്കും ആ ആത്മാവിന് വേണ്ടി സകാശ് കൊടുക്കാം, ശക്തി കൊടുക്കാം, ശുഭസങ്കല്പം വയ്ക്കാം. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ യോഗം അഥവാ മെഡിറ്റേഷൻ ആ പരിധിയില്ലാത്ത സകാശാണ് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ബാബ ഇപ്പൊ സകാശ് എന്ന് പറയും. പൂർവികര് നമ്മളെ പ്രാർത്ഥന, അത് ഭക്തിയുടെ സമയത്ത് നമ്മളെ പ്രാർത്ഥന എന്നാ പറഞ്ഞിരുന്നത്. ആ സകാശ്, പരിധിയില്ലാത്ത സകാശിന്റെ പ്രാർത്ഥനയുടെ വരികളാണ് ഏത് ലോക സമസ്ത സുഖിനോ ഭവന്തു. അതാണ് പരിധിയില്ലാത്ത സകാശ്. നമ്മുടെ പൂർവികരാരും എൻ്റെ ഹസ്ബൻഡിന് സുഖമായിരിക്കട്ടെ, എൻ്റെ വൈഫ് സുഖമായിരിക്കട്ടെ, എൻ്റെ മോൻ സുഖമായിരിക്കട്ടെ, എൻ്റെ അമ്മയ്ക്ക് മാത്രം സുഖമായിരിക്കട്ടെ, ഇങ്ങനൊരു പ്രാർത്ഥന നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടേയില്ല. നമ്മൾ കേട്ടിട്ടുള്ള പ്രാർത്ഥന എന്താണ്? ലോക സമസ്ത സുഖിനോ ഭവ. അതാണ് സംഗമയുഗത്തിലെ ബാബയാണ് ഇത് പഠിപ്പിച്ചത്. അതാണ് പിന്നീട് നമ്മുടെ പൂർവികര്, ഋഷിമാര്, മുനിമാര് അല്ലേ, പരിധിയില്ലാത്ത സകാശ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഥവാ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ പോലും അല്ലെ, അത് കേവലം വാക്ക് മാത്രമാണോ അതോ എൻ്റെ മനസ്സിൽ അല്ലെ? ബാബ എന്താ പറയണേ? ലോക സമസ്ത പറയുമ്പോൾ ലോകം നിങ്ങളുടെ മുന്നിൽ വരണം. കാരണം സകാശിൽ നമ്മുടെ ഒന്ന് മനസ്സ് സങ്കല്പം രചിക്കും, ബുദ്ധി എന്ത് ചെയ്യണം? ചിത്രം നിർമ്മിക്കണം. ലോക അപ്പൊ ഗ്ലോബ് മുന്നിൽ വരണം. സമസ്ത മുഴുവൻ വിശ്വവും സുഖിനോ ഭവന്തു, അല്ലെ സുഖമായിരിക്കട്ടെ. സുഖസാഗരത്തിന്റെ കിരണങ്ങള് വിശ്വത്തിലെ എല്ലാ ആത്മാക്കളിലും നിറയുന്നത് മനസ്സിൽ കണ്ട് സങ്കല്പം വെച്ച് ബുദ്ധിയാകുന്ന നേത്രം ആ ചിത്രം വരച്ച് ആ ചിത്രത്തിൽ ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ബാബയുടെ കിരണങ്ങൾ എല്ലാ ആത്മാക്കൾക്കും കിട്ടുന്നതിൻ്റെ ഫീലിംഗ് എൻ്റെ ഉള്ളിലും ഉണ്ടാവും അല്ലേ? അപ്പോഴേ എന്തായുള്ളൂ? പരിധിയില്ലാത്ത സകാശ് പൂർത്തിയാക്കണം. അപ്പം നമുക്ക് ഈ 1 മണിക്കൂർ സമയം ഇന്ന് സഫലമാക്കണം. എന്ന് നമ്മൾ യോഗം ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ ഇത്രയും ലക്ഷ്യം വയ്ക്കാം. കാരണം നമ്മൾ ബാബയുടെ ഇത്രയും മക്കൾ ഒരുമിച്ച് സന്ധ്യാവന്ദനം ചെയ്യാണ്. അതുകൊണ്ട് ഈ 1 മണിക്കൂർ സമയം, 1 മണിക്കൂറാ, 1 മിനിറ്റല്ല, 2 മിനിറ്റല്ല, 1 മണിക്കൂർ. ഈ 1 മണിക്കൂറിലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സകാശം മനസ്സാകിരണങ്ങൾ ഈ വിശ്വത്തിൽ അനേക ആത്മാക്കൾ, അതിൽ നമ്മുടെ കുടുംബാംഗങ്ങളും ഉണ്ട്, ബാബയുടെ മക്കളും ഉണ്ട് അല്ലേ? ഇനി ബാബയുടെ മക്കളായി വരാൻ പോകുന്നവരും ഉണ്ട്. ഈ സമസ്ത വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സകാശ് കൊടുക്കുന്ന സേവനം ചെയ്യാം.